താലിബാനെതിരെ പോരാടി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പെൺകുട്ടി. മലാല യൂസഫ്സായി ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ മലാല ദിനവും ആ ചരിത്രത്തിന്റെ ഒരു ഏടാണ്. ഇന്ന് അന്താരാഷ്ട്ര മലാല ദിനം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പേനകളും എടുക്കാം. അവ നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ്. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റാൻ കഴിയും. ഈ ആഴമുള്ള വാക്കുകൾ മലാല യൂസഫ്സായുടേതാണ്. സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസത്തിനുമായുള്ള പോരാട്ടത്തിൽ ദീപശിഖയേന്തിയ ധീര വനിതയാണ് മലാല. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് ജനനം. 2007 ആ നഗരം താലിബാൻ പിടിച്ചടക്കിയതിന് പിന്നാലെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിൽ വിലക്കേർപ്പെടുത്തി. ഇതിനെതിരെ മലാല ശക്തമായ നിലപാടെടുത്തിരുന്നു. തന്റെ ബ്ലോഗിലൂടെ താലിബാന്റെ നീചഭരണത്തെ അവൾ വിമർശിച്ചു. സ്കൂളിൽ പോകുവാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും അവൾ തുറന്നെഴുതി. വിദ്യാഭ്യാസം അവകാശമാണെന്ന് മലാലയും പിതാവും നിരന്തരം വാദിച്ചു. ഇതിൽ അസഹിഷ്ണുത പൂണ്ട താലിബാൻ തീവ്രവാദികൾ 2012 ഒക്ടോബർ 9 മലാലയ്ക്ക് നേരെ നിറയൊഴിച്ചു. അന്നവൾക്ക് പ്രായം 15 വയസ്സ് മാത്രം. ദിവസങ്ങളോളം നീണ്ട ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ശേഷം മലാല തിരികെ ജീവിതത്തിലേക്ക് വന്നു, പോരാടാൻ ഉറച്ച മനസ്സുമായി. പുസ്തകവും പേനയുമാണ് നമ്മുടെ ആയുധം, വിദ്യാഭ്യാസമാണ് ഏക പരിഹാരമെന്നും അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 16ാം ജന്മദിനത്തിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തു. സമാധാനത്തിനുള്ള നൊബേലിന് അർഹയായി. അഭിമാനകരമായ ഈ ബഹുമതിക്കൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമ്മാനവും ലിബർട്ടി മെഡലും മലാല കരസ്ഥമാക്കി. 2017 പഠനത്തിനായി ബർമിംഗ്ഹാമിൽ താമസമാക്കി. ലോകമെമ്പാടുമുള്ള സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസത്തിനും പ്രചോദനമേകിയ മലാലയ്ക്കായുള്ള UN-ന്റെ ആദരമാണ് ഈ ദിനം, അവളുടെ ജന്മദിനം. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.